വിജയപ്രതീക്ഷയല്ല, പ്രയത്നമാണ്. പ്രയത്നം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട് ദൈവം തരും. ഇഷ്ടം ഉണ്ടാവും, ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ടാവും. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ കാണണമെന്ന് ആഗ്രഹിക്കും. കാണാൻ വരുന്നിടത്ത് ഞാൻ രാഷ്ട്രീയപരമായി സമ്മതിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ എന്താണ്, രാഷ്ട്രപരമായി സംവദിക്കുന്നുണ്ട്. അതവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ ബോധ്യപ്പെടൽ എനിക്ക് സാധകമായി വരും. തീർച്ചയായിട്ടും എൻ്റെ പ്രാപ്തി അളക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം കേരളം മുഴുവൻ എന്ത് ചെയ്തു എന്ന് കണക്കെടുത്താൽ മതി. അന്നേരം അവർക്ക് ബോധ്യപ്പെടും. ആ കണക്ക് കളക്ടർമാർക്ക് നൽകാം, MP ലാഡ്സ് ഡിസ്ബേഴ്സലിൽ. അത് മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചെന്ന് നോക്കാം. പിന്നെ പ്രധാനമന്ത്രിയുടെ പല വകുപ്പുകൾ വഴി കൊണ്ടുവന്ന കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും നേർരേഖയുണ്ട്. അതൊന്നും ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പരിശോധിച്ച് പ്രാപ്തി മനസ്സിലാക്കി തന്നാൽ മതി. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അറിയാം, എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്, രാജാജി. പക്ഷേ സ്ഥാനാർത്ഥി ആവുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതി. അല്ല, അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. പ്രധാനമായിട്ടും ദേശീയ അധ്യക്ഷൻ, പിന്നെ രാംലാൽജി, നരേന്ദ്രമോദി, 3 പേരുടെ ഡിസിഷനായിരുന്നു. ഒരു കഥാപാത്രങ്ങളിലൂടെ ചെന്ന ആൾ സിനിമയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നിരുന്നത്. ആകാശത്തെ താരം ഒരിക്കലും ആയിട്ടില്ല. ഞാൻ മണ്ണിലെ താരമായിരുന്നു. അപ്പോൾ അവരുടെ വിഷയങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടതുപോലെ വേറെ ആർക്ക് ഇടപെടാൻ പറ്റി, ഇഫക്റ്റീവായിട്ട്. എയ്ഡ്സ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്ഥലത്ത് സ്കൂളിലേക്ക് ചെന്നു, രണ്ടാമത്തെ സ്ഥലത്തും സ്കൂളിലേക്ക് ചെന്നു. പിന്നെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ടി വന്നില്ല. ഞാൻ ചെല്ലുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ എടുത്തു എന്ന് പറയുന്ന എഫക്റ്റീവ്നെസ് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രളയത്തിൻ്റെ കാര്യമായാലും 7 ജില്ലകൾ പോയി അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. ആദ്യത്തെ പ്രളയം അടിക്കുന്ന കൊട്ടിയൂർ, ആദ്യത്തെ ദുരന്തം, ആ പ്രദേശത്ത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം പോയ ആളാണ്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചുമ്മായിട്ട് ഇങ്ങനെ കറക്കും, എവിടായിരുന്നു, എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ എനിക്ക് ക്രോസ് ചെയ്യേണ്ടി വരും. അതിങ്ങനെയുള്ള വേദികൾ ഞാൻ ഉപയോഗിക്കും. നീട്ടം എന്ന് പറഞ്ഞില്ല, ഇത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറഞ്ഞതല്ല. 2 മാസം മുമ്പ് കൊച്ചി മെട്രോയുടെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഫീസിബിലിറ്റി നോക്കണം, ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കണമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊച്ചി സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ടൗണിലേക്ക് അല്ലെങ്കിൽ സബേബ്സിലേക്ക് വരുന്ന വണ്ടികളുടെ ഇൻഫ്ലക്സ് കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് വേണം? നിങ്ങൾ ദീർഘദൂര യാത്ര റീച്ചബിൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അതിന് തൃശ്ശൂരോ ചാലക്കുടിയോ, അറ്റ്ലീസ്റ്റ് ചാലക്കുടി വരെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമം നടത്തും. ഐ എം കോൺഫിഡൻറ്റ്, ഐ എം വർക്കിംഗ്, ഐ വിൽ ഗ്രാബ് റിസൾട്ട്സ് ഫോർ ദ വർക്ക് ഐ എം ഡൂയിങ്. എനിവേ ഐ എം ഇൻഡെറ്റഡ് ടു ദ പീപ്പിൾ. ഐ ഹാവ് ടു ക്യാരി ഓൺ വിത്ത് മൈ ജോബ്. ഞാനത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, അങ്ങനെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിക്കല്ല, എങ്ങനെ കാര്യങ്ങൾ നമുക്ക് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് പകരം ആരിഫിൻ്റെ ഒരു സീറ്റ് അരൂര് ചോദിച്ച് വാങ്ങിക്കുകയായിരുന്നു. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ അവരൊക്കെ നിഷേധിക്കട്ടെ. കഴിഞ്ഞ 4 വർഷം സിനിമ ചെയ്തിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ കേരളത്തിലാകെ ഒറ്റയ്ക്കായിപ്പോയി. റിച്ചാർഡ് ഹേ ഉണ്ടായിരുന്നു. അപ്പോൾ സമഗ്രമായിട്ട് ഉള്ള ഒരു സാന്നിധ്യം അറിയിക്കണം എന്നുള്ള വ്യഗ്രത ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തേക്കും ഓടിപ്പോകുന്നു, ആൾക്കാർ പ്രോജക്റ്റുമായിട്ട് വരുന്നു. എൻ്റെ ഓഫീസ് അത് ഹാൻഡിൽ ചെയ്തിട്ട് ഫീസിബിലിറ്റി ഉള്ളത് മാത്രമേ എൻ്റെ അടുത്തെത്തൂ. അങ്ങനെയുള്ളവരെയും ഞാനും കാണുള്ളൂ. എല്ലാവരെയും കണ്ടിട്ട് കാര്യമില്ല. നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ച് വാക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫീസ് സ്റ്റഡി ചെയ്ത് എൻ്റെ അടുത്ത് എത്തിക്കുക. അപ്പം അതിലായിപ്പോയതുകൊണ്ട് പറ്റിയില്ല. ഞാൻ സിനിമ ചെയ്യാൻ ചൂസ് ചെയ്തത് ഈ ക്യാമ്പയിൻ പീരീഡാണ്. കാരണം ഞാൻ കാൻഡിഡേറ്റ് ആവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷേ അതിലൊരെണ്ണം പോയ ലക്ഷണമാണ്. ഒരെണ്ണം ഇനി ഒരു 2-3 ദിവസത്തെ വർക്ക് ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. അത് ബാക്കി എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് പ്രൈം മിനിസ്റ്റർ എന്നെ ഏൽപ്പിക്കുന്നതെന്നനുസരിച്ചാണ്. ഷീ വാസ് ഡ്യൂട്ടിഫുള്ളി disbursing her responsibilities. She has to do it. Otherwise, they will put someone else in her place. I respect all those. But അത് എൻ്റെ അടുത്തും മറ്റ് കാൻഡിഡേറ്റ്സിന് ഒരുപോലെ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആഞ്ഞടിക്കും. ഐ ഹാവ് എ റൈറ്റ് ടു ഇറ്റ്. ഉറച്ചു നിൽക്കുന്നു. അതാരാ പറഞ്ഞത് എന്ന് നമുക്കറിയാം. അവർക്കത് കൊണ്ടെങ്കിൽ
അവരുടെ വേദനയാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് സത്യം ബോധ്യപ്പെടുത്തിയ എൻ്റെ കൂടെ നിൽക്കാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ നിൽക്കുക. അത്രയേ ഉള്ളൂ. അതൊക്കെ വ്യക്തമാണ്.